ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സൽക്കാരത്തിനും പെരുന്നാളിനും ഒക്കെ വിളമ്പുന്ന ഫ്രൂട്ട് കസ്റ്റേർഡ് റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിനായി ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സേമിയ വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം സേമിയയ്ക്ക് 5 പാക്കറ്റ് പാലാണ് ചേർത്തത്. ഇനി പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് ചവ്വരി അഥവാ സാവുനരി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ചവ്വരിയാണ് കേട്ടോ എടുത്തത്. അതൊരു മീഡിയം വേവായതിനു ശേഷം നമുക്ക് ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാലിൽ കിടന്ന് സേമിയവും സാവുനരിയും നന്നായി വേവുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് 1/2 ഗ്ലാസ് പാലിലേക്ക് 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച പാലിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതെന്താണ് ഇങ്ങനെ ലൂസായിട്ടുള്ളതെന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. ഇത് ചൂടാറുന്ന സമയം നന്നായിട്ട് ടൈറ്റായിട്ടുണ്ടാവും. ചൂടാറാതെ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യരുത്. കണ്ടില്ലേ ചൂടാറിയപ്പോൾ തിക്കായി വന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള കൂടുതൽ വെള്ളമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആപ്പിൾ, മുന്തിരി, മാങ്ങ, പഴം ഇതുപോലെയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 അനാറ് കൂടി പൊളിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഇത് കൂടുതൽ ഭംഗി കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇതിന്. ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ ലുക്കിലും ടേസ്റ്റിലുമായിട്ട് ഇതാ നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റേർഡ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.